ഹാപ്പി ന്യൂ ഇയർ. ദാ നാട്ടിൽ നിന്ന് ചേട്ടൻ കൊടുത്തു വിട്ടതാണ് ഒരു ആറ്റുവാള. ഈ ആറ്റുവാളനെ ഇന്ന് നമുക്കൊന്ന് കറിയാക്കാം. അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, വായോ. ഇതാദ്യം തന്നെ ഒന്ന് നല്ല പണിയുണ്ട് കേട്ടോ, ഒന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത്. ആദ്യം തന്നെ അതൊന്ന് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഞുറുക്കി കറിയാക്കാം. എങ്ങനെയാണെന്ന് നോക്കാവേ, വായോ വായോ. ആറ്റുവാളയൊക്കെ നമ്മൾ ഇതാണ്ട് വെട്ടി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. തലയും കുറച്ച് കഷ്ണങ്ങളും കൂടെ ഇപ്പൊ കറി വെക്കാം, ബാക്കി നമുക്ക് വേറൊരു കറിയാക്കാം. ഇതെല്ലാം കൂടെ വെച്ചാൽ എങ്ങനെ കഴിച്ചു തീർക്കും അല്ലേ. അപ്പൊ അതാ നോക്കിയേ, അത് ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി നമ്മള് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് പറയാവേ. ആദ്യം തന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 10-12 ചെറിയുള്ളി, പിന്നെ ഉള്ളത് പുളിവെള്ളം, കുടംപുളി വെള്ളമാണ് അത്, പിന്നെ വെളിച്ചെണ്ണ, കടുക്, ഉലുവ, 1-ാം പാല് 2-ാം പാല് നമ്മൾ അതിനകത്താണ് വേവിക്കുന്നത് കേട്ടോ. ഇച്ചിരി എരിവും നല്ല ചെറു മധുരം എല്ലാം കൂടെ കൂടി ഒരു കറിയായിരിക്കും. ആദ്യം തന്നെ നമുക്ക് ഇതിനൊരു പേസ്റ്റ് ഉണ്ടാക്കാം. ഇതാ മുളക് പൊടി ഉണ്ടോ, 2.5 സ്പൂൺ മുളക് പൊടി എടുത്തു. അതിനകത്തോട്ട് നമ്മൾ ഇതാ 2 പച്ചമുളക്, ഈ ചെറിയുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി, ഈ പുളിവെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തോണ്ട് വരാവേ. പാകത്തിന് പുളിവെള്ളം ഒഴിക്കുക. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തോണ്ട് വരാം. ഇനി നമ്മള് ഒരു മൺചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം, കടുക് ഉലുവയൊക്കെ പൊട്ടിക്കാം. ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായപ്പം കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവയൊന്ന് മൂക്കട്ടെ. ഉലുവയൊക്കെ ചൂടായി പൊട്ടി വന്നപ്പം ഇതാ കടുക് ഇട്ട് കൊടുത്തു. കടുകൊക്കെ പൊട്ടി വന്നപ്പോഴേ ഇതാ ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നേരത്തെ നമ്മുടെ മസാലയിൽ അരച്ചതാ, എന്നാലും ഇച്ചിരി ഇട്ട് കൊടുക്കുക. കറിവേപ്പില. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണേ. ഇത് വെള്ളം ഒഴിച്ച് അരച്ചത് കൊണ്ടാണ് ഇത്രയും തോന്നുന്നത് കേട്ടോ. തന്നെയല്ല, ആറ്റുവാള ആയതുകൊണ്ട് ഇതിന് നല്ല ഇച്ചിരി എരിവും പുളിയൊക്കെ വേണം. ഇങ്ങനെ വെള്ളം ചേർത്ത് അരച്ചു വെച്ച് മസാല ഇത്രയും ആകും കേട്ടോ. അല്ലാതെ ഇത് മസാല കൂടുതലില്ല, ഇത് ഇത്രയും വേണം. ജലാംശം വറ്റിയപ്പോൾ നമ്മുടെ മസാല കുറഞ്ഞു പോകുന്നുണ്ട്. വെള്ളം ചേർത്താണ് അരച്ചത്. ഇതിന്റെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്ന വരെ നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് മസാലയിൽ ജലാംശം എല്ലാം പോയി നല്ല പോലെ ഒന്ന് മുളക് പൊടിയൊക്കെ നല്ല പോലെ ഒന്ന് മൂക്കണേ. ഇതിനകത്ത് ഒത്തിരി മസാലയെന്നൊന്നും തോന്നരുത്. നമ്മൾ 2.5 സ്പൂൺ മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ, വെള്ളം ചേർത്തല്ലേ അരച്ച്, അതുകൊണ്ടാണ് ഇത്രയും മസാല തോന്നുന്നത് കേട്ടോ. ഇത്രയും നമ്മുടെ കറിക്ക് വേണം. കാര്യം എന്ന് വെച്ചാൽ ഇത്തിരി എരിവും പിന്നെ ആ തേങ്ങാപ്പാലിന്റെ ഒരു ചെറു മധുരവും എല്ലാം കൂടെ ആകുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ഇങ്ങനെ നെയ്യ് കൂടുതലുള്ള മീനല്ലേ, സോഫ്റ്റ് ആയിരിക്കും, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ചേർക്കണം. അരപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി ഇച്ചിരി വെള്ളമില്ലേ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഇതിനി ഒന്ന് നന്നായിട്ട് തിളച്ചോട്ടെ. നമ്മൾ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കറിക്ക് ആവശ്യമുള്ള കല്ലുപ്പ് വേണമെങ്കിൽ നോക്കിയിട്ടിടാവേ. ഇപ്പൊ ഇത്ര ഇരുന്നോട്ടെ. ഈ സമയത്ത് പുളിയൊക്കെ നോക്കണേ. കാര്യം വെച്ചാൽ നമ്മൾ ആ മസാലക്കകത്ത് ഒഴിച്ച പുളിയല്ലേ, കുറച്ചും കൂടെ വേണം. പുളിവെള്ളം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക. അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ, തീയൊക്കെ കുറച്ച് വെച്ചിട്ട് മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കി ഇടാം. നമ്മുടെ തലയടക്കം നമ്മൾ ഇതിനകത്ത് ഇട്ടു കേട്ടോ. ഇത്രയും മസാല ഇതിന് വേണം, ഇല്ലെങ്കിൽ ഇതിന് ഒന്നും ഉണ്ടാവില്ലേ. എല്ലാം ഇതിനകത്തോട്ട് മുക്കി അങ്ങോട്ട് വെക്കാം. ഇതിനകത്തോട്ട് നമ്മൾ 2-ാം പാലാണ് ഒഴിക്കുന്നത്. ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. മൂടി വെച്ച് വെന്തോട്ടെ, നല്ല പോലെ വേകണം. ഇനി നമുക്ക് മൂടി വെക്കാം, നന്നായിട്ട് കറി വെന്തോട്ടെ. ചെറു തീയിൽ ഇതങ്ങ് വേകട്ടെ. നമ്മുടെ മീൻകറി എന്തായാലും നോക്കണ്ടേ, നല്ല പോലെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ 1-ാം പാലും കൂടെ കുറച്ച് ഒഴിക്കുക എന്നുള്ളതേ ഉള്ളേ. കുറച്ചൊഴിച്ചാൽ മതി. പച്ച കറിവേപ്പില, കുറച്ച് കറിവേപ്പില ഇടുന്നു. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യുന്നു. മീൻകറി ഇവിടെ റെഡിയായി. 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. കറിവേപ്പില ഇട്ട് 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളിതാ ഒന്ന് മൂടി വെക്കുന്നു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടിപൊളി ഒരു ആറ്റുവാളക്കറി.
ആറ്റുവാള കിട്ടാത്തവര് ഇപ്പൊ എന്ത് ചെയ്യും? ഏത് മീനില് ഇതുപോലെ കറി വെക്കാം? എല്ലാ മീനിലും വെക്കായിരിക്കും. സോഫ്റ്റ് ആയിട്ടുള്ള മീനില്, മോത അല്ലെങ്കിൽ അതുപോലെയുള്ള മീനില് നമുക്ക് കറി വെക്കാം. എനിക്ക് പുഴമീൻ ഭയങ്കര ഇഷ്ടമാണ്, കടൽ മീനെ കാട്ടി. അപ്പൊ നാട്ടിൽ നിന്ന് എപ്പോഴും ഞാൻ വരുമ്പോൾ കൊണ്ടുവരും, അല്ലെങ്കിൽ എനിക്ക് കൊടുത്തു വിടുകയൊക്കെ ചെയ്യും. അപ്പൊ നല്ല അടിപൊളി ഒരു ആറ്റുവാളയുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് ഒരു കഷ്ണം ഒന്ന് നോക്കണ്ടേ? നമ്മുടെ കറിയൊക്കെ നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. ഉപ്പും പുളിയും എരിവും എല്ലാം പാകത്തിനുണ്ട് കേട്ടോ. ആ തേങ്ങാപ്പാലിന്റെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോൾ അടിപൊളി. ഇതാ നോക്കിയേ, നമുക്കൊരു പീസ് എടുക്കാവേ. തല ഞാൻ തന്നെ തിന്നും. പുട്ടിന്റെ കൂടെയാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. പുട്ടും മീൻകറിയും നല്ല കോമ്പിനേഷൻ അല്ലേ? കഴിച്ചു നോക്കാം. പുട്ടിന്റെ കൂടെ ഇത് കോട്ടയംകാർക്ക് പുട്ടും മീൻകറിയും ഒരു ഭയങ്കര ഒരു പ്രത്യേകത കേട്ടോ. ഇവിടെയും കഴിക്കും, എന്നാലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. തലേ ദിവസത്തെ മീൻകറിയും പുട്ടും കൂടെ. ഇതാ പുട്ടും മീൻകറിയും കൂടെ ഒന്ന് കഴിക്കാം. ഉപ്പും പുളിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിക്കണം. ഇത് കുറച്ചു നേരം കഴിയുമല്ലോ. നല്ല സോഫ്റ്റ് ആണ് ഈ മീന്. ഇത് കിട്ടുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണേ. ഇപ്പൊ സോഫ്റ്റ് ആയിട്ടുള്ള ഏത് മീനെയും കൂട്ടിയിട്ട് ഇതുപോലത്തെ ഈ റെസിപ്പിയിൽ ഉണ്ടാക്കാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.